നമസ്തേ എവരി വൺ. ബിസിനസ്സിനായി എങ്ങനെ മറ്റുള്ളവരിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ് ചോദിക്കണം, ആ സബ്ജക്റ്റാണ് ഇന്ന് ഞാനായിട്ട് പറയാൻ പോകുന്നത്. ഇത് തിരക്കിട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ സമയമെടുത്ത് കംപ്ലീറ്റ്ലി കണ്ട് വീണ്ടും കണ്ട് ഇതിൽ കുറച്ച് വർക്ക് ചെയ്യണം. എത്ര വലിയ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും വളരെ ചെറിയൊരു ഇതിൽ നിന്നാണ്. അതെങ്ങനെയാണ് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അതിനകത്തോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുക. ബാങ്ക് ലോണല്ല ഞാൻ പറഞ്ഞു വരുന്നത്, എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുക. ആദ്യമായിട്ട് നമുക്കൊരു DPR, ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്, അത് ഇപ്പോൾ നമ്മൾ BMS 6 വരുന്നവരാണെങ്കിൽ അവിടെ തന്നെ നമ്മൾ പഠിപ്പിച്ച് അത് നല്ല ചെയ്യാനായിട്ട് നേരത്തെ തന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും പഠിപ്പിക്കുന്നുണ്ട്. കാരണം പുറത്ത് കൊടുത്ത് ചെയ്താൽ അതിൻ്റെ ആത്മാവ് ഉണ്ടാകണമെന്നില്ല, പറയുമ്പോൾ അതിനൊരു നല്ലൊരു ഇമ്പാക്റ്റ് വരത്തില്ല. അത് കഴിഞ്ഞ് DPR തീർന്നു കഴിഞ്ഞാൽ DPRൻ്റെ ഏറ്റവും പ്രധാന ഭാഗങ്ങൾ വെച്ചിട്ട് നമ്മളൊരു പിച്ച് ഡെക്ക് ഉണ്ടാക്കും. പിച്ച് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനാണ്. സാധാരണഗതിയിൽ ഒരു 10 മുതൽ 20 വരെ സ്ലൈഡ്സ് വരും. പക്ഷേ അതിൻ്റെ കാച്ചി കുറുക്കിയെടുത്ത സത്താണത്. അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം? പിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ആകർഷകമായി നമുക്ക് പെർസ്വേഡ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ സംസാരിക്കണം എന്നുള്ളതാണ് പിച്ചെന്ന് പറഞ്ഞാൽ പറയുക. ഡെക്കെന്ന് പറഞ്ഞാൽ പണ്ട് മുതൽ ഇതൊരു പ്രത്യേക ട്രാൻസ്പെറൻസിയിൽ വെച്ച് സ്ലൈഡിൽ വെച്ചാണ് പറഞ്ഞുകൊണ്ടത്. അതിനാ ഡെക്കെന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് പിന്നീട് അതിൻ്റെ ഒരു പേരതായിട്ടങ്ങ് മാറി. അത്രയും മാത്രമേ ഉള്ളൂ അതിനകത്ത്. അപ്പോൾ ഇതെങ്ങനെയായിരിക്കണം നമ്മൾ പ്രസൻറ്റ് ചെയ്യേണ്ടത്? പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മളിൽ വളരെ ഹൈ പെർസ്വേഷൻ, നല്ലൊരു പ്രേരണ വരണം. അതിൻ്റെ കൂടെ തന്നെ അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ കൂടെ ചേരാനുള്ള ഒരു ഉത്തേജനം അവർക്ക് കിട്ടണം, ഒരു ഇൻവെസ്റ്റർക്ക്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഒരാളെ ഒരു പ്രസൻറ്റേഷനകത്ത് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. ഒന്നെങ്കിൽ ഒരു ഫിയർ ഉണ്ടാക്കിയെടുത്താൽ അതിൻ്റെ പേരിൽ അവർ ആക്ട് ചെയ്യും. കാരണം എല്ലാവർക്കും കിട്ടും, എനിക്ക് മാത്രം കിട്ടത്തില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടാക്കിയെടുത്താൽ. അല്ലെങ്കിൽ ഗ്രീഡ്, ഇതിൽ വരാൻ പോകുന്ന വലിയ ലാഭത്തിന് എനിക്കും പാർട്ടാകാൻ പറ്റിയില്ലെങ്കിലോ. ഈ 2 കാര്യങ്ങൾ നമ്മൾ ബാക്ക് ഓഫ് ദ മൈൻഡിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആളിലുണ്ടാകണം. അപ്പോൾ ഞാനിനി നേരെ എങ്ങനെയാണ് നമ്മളൊരു പിച്ചെടുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് പോവാണ്. അപ്പോൾ ക്രാഫ്റ്റിംഗ് എ പെർസ്വേസീവ് ആൻഡ് സെഡ്യൂസീവ് ആയിട്ടുള്ളൊരു പിച്ച് ഡെക്ക് ആയിരിക്കണം. ആൻഡ് ഹൈ ഗ്രോത്ത് സ്റ്റാർട്ടപ്പ് ആണെന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യണം. അപ്പോൾ വളരെ കമ്പലിങ്, ദാറ്റ് മീൻസ് ഒരു ഇറസിസ്റ്റബിൾ ആയിട്ട് വേണം നമ്മളതിനകത്ത് പ്രസൻറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഓഡിയൻസിനെ അങ്ങനെ നമുക്ക് അപ്പോൾ അവരുടെ നീഡും ആഗ്രഹവും ഇതുമായിട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ ആദ്യമേ വരുന്ന ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ ക്യാപ്റ്റിവേറ്റിംഗ് ആൻഡ് ഓപ്പണിംഗ്, അറ്റൻഷൻ അറസ്റ്റിംഗ് സ്ലൈഡ് ആയിരിക്കണം. അപ്പോൾ അത് പെട്ടെന്ന് തുടങ്ങിയാൽ പിന്നെ അവർക്ക് വേറെ എങ്ങനെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരരുത്. അങ്ങനത്തെ ഒരു സ്ലൈഡ് ആയിരിക്കണം. അത് ഒരുപാട് ഭാഷ ഉണ്ടാക്കി മാറ്റിയാണ് നമ്മളവിടെ എത്തുന്നത്. അതുപോലെ തന്നെ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഹൈ ക്വാളിറ്റി വിഷ്വൽസ്, അതിനകത്ത് ഉപയോഗിക്കുന്ന ഗ്രാഫിക്സ്, അതെല്ലാം നല്ല വിഷ്വലി വളരെ അപ്പീലിംഗ് ആയിരിക്കണം. അതേപോലെ തന്നെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ആളിൻ്റെ ഡ്രസ്സ്, അവർ ഓഡിയൻസിനെ മൊത്തം നോക്കിക്കൊണ്ട്, മേ ബി 5 people ആകാം, 10 people ആകാം, 20 people ആകാം, വാട്ടെവർ. അപ്പോൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും അപ്പോൾ കഴിവതും ഒരു പ്രൊജക്ടർ കൂടെ വെച്ചുകൊണ്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ പിച്ച് ഡെക്ക് മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് പിച്ച് ഡെക്ക് പ്രസൻറ്റേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം കിട്ടും. അതൊരു മോഡലായിട്ട് അതിനെ കഴിഞ്ഞൊക്കെ കുറച്ചുകൂടെ മോളിൽ എന്തായാലും നിങ്ങൾക്ക് എക്സ്പെർട്ടുമായിട്ട്, പ്രത്യേകിച്ച് നമ്മളെ BMS 6 ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ലൈഫ് ലൈനിലെ റിസർച്ച് ടീമുമായിട്ട് ഇരുന്നത് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതാണ് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും നന്നായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവും വേണം. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ വേണം. കൂടാതെ പിന്നെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സ്, പിച്ച് ഡെക്കും അതേപോലെ തന്നെ DPRും, ഡീറ്റെയിൽഡ് പ്രൊജക്റ്റ് റിപ്പോർട്ടും ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സും ഒന്നും വേറെ ആരെയും ഏൽപ്പിക്കാൻ പറ്റില്ല. സ്വയം നമ്മൾ ഒരിക്കൽ പഠിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും നമുക്ക് എവിടെ ഫണ്ട് എടുക്കണില്ല. ഞാൻ 120 ഫണ്ടിനെ കുറിച്ച് നല്ല റിസർച്ച് ചെയ്തിട്ട് വർഷങ്ങളായി റിസർച്ച് ചെയ്ത് ലോകത്തിൽ കിട്ടാവുന്ന 120ഓളം ഫണ്ടുകൾ വ്യക്തമായിട്ട് അതിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏതെടുക്കണം എന്നുള്ള നമുക്ക് 6-7 ഫണ്ടായിരിക്കും നമുക്ക് ആവശ്യം വരുന്നത്. പക്ഷേ ഓരോന്നിനും വ്യത്യസ്തമായ ഫണ്ടുകൾ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ വേണം നമുക്ക് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ സ്ലൈഡ് എപ്പോഴും വളരെ ക്ലീൻ, ഒരു ക്ലട്ടറൊന്നും ആയിരിക്കരുത്. നമ്മൾ ഒന്നിൻ്റെ മുകളിലൊന്നോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകരുത്. പിന്നെ നമുക്ക് ഈ തുടങ്ങുമ്പോൾ തന്നെ ഒരു പവർഫുൾ മിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഈ കമ്പനി നടത്താൻ പോകുന്ന മിഷൻ എന്താണ്, അത് നമുക്ക് ബാക്കിയുള്ളവർക്ക് നമ്മുടെ പർപ്പസ് എന്താണ് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമുക്ക് മറ്റൊന്നാണ് ഈ
നമ്മുടെ ആ ഒരു പ്രവർത്തനം ഇല്ലാത്ത കൊണ്ട് ജനങ്ങൾ, നമ്മുടെ പോസിബിൾ കസ്റ്റമേഴ്സ് നേരിട്ടിരിക്കുന്ന ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം, ആ പ്രോബ്ലത്തിൽ നമ്മൾ ഏതെല്ലാം പ്രോബ്ലം നമ്മൾ ഈ ഒരു ഇതുവഴി സോൾവ് ചെയ്യും, ആ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് റെമുനറേഷനായിട്ട് കിട്ടുന്നതാണ് കമ്പനിക്ക് കിട്ടാൻ പോകുന്ന ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിയും പ്രോഫിറ്റബിലിറ്റിയും. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കാവുന്നതിൻ്റെ ഏറ്റവും വലുത് നമുക്കൊരു സമാനമായ സ്റ്റോറി ടെല്ലിംഗ് ആണ്. വളരെ ബ്രീഫായിട്ട് ഒരു 1.5 മിനിറ്റ് കൊണ്ട് 2 മിനിറ്റ് കൊണ്ട് തീരുന്ന നമ്മുടേതുമായിട്ട് വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറി, ഇമോഷണൽ സ്റ്റോറി നമ്മൾ കണ്ടെത്തണം. അതുപോലെ തന്നെ നമ്മളുടെ ടീമിൻ്റെ എക്സ്പെർട്ടൈസ് എന്തൊക്കെയാണ്, അവർക്ക് മാത്രം കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്, നമ്മുടെ ടീമിൻ്റെ പാഷൻ എന്താണ്, അതുപോലെ തന്നെ വളരെ ഇമ്പ്രസീവായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ്, ഡേറ്റ നമ്മൾ കൃത്യമായിട്ട് കാണിക്കണം. അപ്പോൾ അവർക്ക് വളരെ കൺവിൻസിങ് ആയിട്ട് അതിൻ്റെ സോഴ്സ് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട്, അപ്പോൾ ഒരു കൺസിസ്റ്റൻറ്റ് കളർ സ്കീമാണ്. അപ്പം ഹൈ സ്റ്റാൻഡേർഡ് ഫോൺസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പുറത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ 2-3 ലക്ഷം രൂപയൊക്കെ ആവും മിനിമം. അപ്പോൾ അത് തന്നെയല്ല, നമ്മുടെ ലക്ഷ്യം അതുമായിട്ട് ചേരണമെന്നില്ല. അപ്പോൾ നമ്മളോട് ഇൻവോൾവ് ചെയ്ത്, അപ്പോൾ നമ്മൾ BMS 6 കൂടെ തന്നെ പഠിക്കുമായിരിക്കും ഇത് ഏറ്റവും നല്ലത്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഇൻകോർപ്പറേറ്റ് ടെസ്റ്റിമോണിയൽസ്, നമ്മുടെ പ്രോഡക്റ്റ് സർവീസസ് ഉപയോഗിച്ചിട്ട് ആൾക്കാർ പറഞ്ഞിരിക്കുന്ന കാര്യം, അതിനകത്തുനിന്ന് നമുക്ക് സക്സസ് സ്റ്റോറീസ്, ബെനിഫിറ്റ്സ് ഒക്കെ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അത് വളരെ ക്ലിയർ ആയിട്ട് യുണീക്ക് വാല്യൂ പ്രൊപ്പോസിഷൻ. ഈ വാല്യൂ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കസ്റ്റമർ ഇത്ര പണം ഇങ്ങോട്ട് തരുമ്പോൾ അവർക്ക് എന്ത് നേട്ടം ഉണ്ടാകുന്നു, അപ്പോൾ ഇങ്ങോട്ട് തരുന്ന പൈസയെ കഴിഞ്ഞും വളരെ വളരെ കൂടുതൽ അവർക്ക് കിട്ടുന്നു. അതേപോലെ രണ്ടാമതായിട്ട് നമ്മുടെ ഇൻവെസ്റ്റർ ഇത്ര പണം ഇങ്ങോട്ട് തന്നിട്ട് അതിൻ്റെ നമ്മുടെ പ്രൈവറ്റ് ഇക്വിറ്റി അവരെടുക്കുമ്പോൾ അവർക്ക് അതുകൊണ്ടുണ്ടാകുന്ന എന്ത് മൂല്യമാണ് അവർക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ പറ്റണം. അപ്പോൾ ഇതൊക്കെ ഇൻഫോസിസൊക്കെ പണ്ട് മിസ്റ്റർ നാരായണമൂർത്തി പ്രസൻറ്റ് ചെയ്ത സമയത്ത് വളരെ ചെറുതായിട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അന്ന് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അതിൽ നിന്നാണ് ഈ ലക്ഷം കോടിയിലേക്ക് ആ കമ്പനി വളർന്നത്. അതൊരു ബെഡ്റൂമിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് നമ്മൾ ഓർക്കണം. അപ്പോൾ പബ്ലിക് സപ്പോർട്ടോടു കൂടിയാണ് അത് വളർന്നത്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മളെങ്ങനെയാണ് കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്. അവിടെ എപ്പോഴും നമുക്ക് യൂസ് കോൺക്രീറ്റ് എക്സാമ്പിൾ, പാറ പോലെ പൊട്ടാത്ത, നമുക്ക് വ്യക്തമായിട്ട് ഇല്ലുസ്ട്രേറ്റ് ഹൗ അവർ പ്രൊഡക്റ്റ് ഓർ സർവീസസ് വർക്ക്, എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നമുക്കതുപോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സെഗ്മെൻ്റ് ആയിട്ട് നമ്മുടെ പൊട്ടൻഷ്യൽ ഗ്രോത്ത് ഇങ്ങനെയാണ് നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റണം. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഒബ്ജെക്ഷൻസ് നമ്മൾ ആദ്യമേ തന്നെ ഇത് പ്രസൻറ്റ് ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ ഈ പിച്ചെടുക്ക് പ്രസൻറ്റേഷനകത്ത് ഗോൾഡൻ റൂൾ, ഞാൻ ഗ്ലോബലി പോയി പഠിച്ച US പഠിച്ചിട്ടുള്ളത് 20 പേരുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ യഥാർത്ഥ ഫണ്ടറുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാവുള്ളൂ. ഓരോ ആൾക്കാരുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്ന ഒബ്ജെക്ഷൻസ് കൂട്ടി നമ്മൾ ഈ ഇതിനകത്ത് മാറ്റം വരുത്തണം. അതിനുശേഷം മാത്രമേ നമ്മളിത് പബ്ലിക് ആക്കാവൂ. അപ്പോൾ അവിടെ വരാവുന്ന ഒബ്ജെക്ഷൻസും കൺസേൺസും ഒക്കെ വളരെ നേരത്തെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് റെഡി ആയിരിക്കണം. പിന്നെ ഈ ഇത് കഴിയുമ്പോൾ വളരെ ക്ലിയർ കോൾ ടു ആക്ഷൻ, കാരണം ഇപ്പോൾ ഇവിടെ ബുക്ക് ചെയ്താൽ മാത്രമേ ഇത് അവൈലബിൾ ആവുകയുള്ളൂ, നാളെ ഇത് കിട്ടത്തില്ല എന്നുള്ളത് ഇൻവെസ്റ്റർക്ക് തോന്നണം. അപ്പോൾ അവരുമായിട്ടൊരു മീറ്റിംഗ്, വെമിനാർ എന്താണ് വെച്ചുകൊണ്ട് വേണം. ഇപ്പം നമുക്കിതുപോലുള്ളത് നന്നായിട്ടുള്ള വെമിനാറുകളിൽ നമുക്ക് അവതരിപ്പിക്കാം. പക്ഷേ വെമിനാറുകളിൽ വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് അറിയാവുന്ന ആൾക്കാർക്ക് മാത്രമേ, കാരണം തോന്നിയ ആൾക്കാരോടെല്ലാം നമ്മുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോ അടച്ചിരിക്കുന്നവരോട് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെയുള്ളവരോട് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ക്ലിയർ വീഡിയോയിലായിരിക്കണം. യൂസ് പെർസ്വേസീവ് ലാംഗ്വേജ്, വളരെ കമ്പലിംഗ് ആയിട്ട് അവർക്ക്, അപ്പോൾ അത് ഇമേജറി പറയുമ്പോൾ അവർക്ക് ഇത് കാണാൻ പറ്റണം, നമ്മുടെ പ്രസ്ഥാനം എങ്ങനെ വർക്ക് ചെയ്യണം, അതിനകത്ത് എങ്ങനെ ഒരു ഇമോഷണൽ കണക്ഷൻ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും ഈ ഓഡിയൻസുമായിട്ട്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആൾക്ക്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുമ്പം യൂസ് മിക്സ് ഓഫ് ടെക്സ്റ്റ്, ഇമേജസ് ആൻഡ് മൾട്ടിമീഡിയ, ചെറിയ വീഡിയോ ക്ലിപ്പിംഗ് സമാനമായി വളരെ സെലക്റ്റീവായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ക്ലിപ്പിംഗ് നമുക്ക് അതിനകത്ത് വേണേൽ ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഡെലിവറി അത് എങ്ങനെയാണ്, നല്ല കോൺഫിഡൻസോട് കൂടിയാണ് ഡെലിവറി ചെയ്യുന്നത്, നല്ല ക്ലാരിറ്റി ഉണ്ടാകുമോ, അതുപോലെ തന്നെ നമ്മുടെ സ്ലൈഡ് വളരെ കൺസൈസ്ഡ് ആയിട്ട് വളരെ ഫോക്കസ് ടു ദ പോയിൻ്റ് ആയിരിക്കണം. അപ്പോൾ മെയിൻ പോയിൻറ്റ്സ് ഇങ്ങനെ ബൈ പോയിൻ്റ് ആയിട്ട്. അതുപോലെ തന്നെ ഒരു വിഷ്വൽ ഹയറാർക്കി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഡ്രോ അറ്റൻഷൻ. അപ്പോൾ കീ പോയിൻറ്റ്സിലേക്ക്, അതുപോലെ തന്നെ അത് തീരുമ്പോൾ വാട്ട് ആർ ദ കീ ടേക്ക് അവേസ്, അവർക്ക് എന്ത് കിട്ടും, ലഭിക്കും. ഇൻകോർപ്പറേറ്റ് സ്റ്റോറി ടെല്ലിംഗ് എലമെൻറ്റ്സ്, എല്ലാത്തിനകത്തും നമ്മളൊരു ആ സ്റ്റോറിയായിട്ട് ആങ്കർ ചെയ്ത് കണക്ട് ചെയ്ത്. അപ്പോൾ ഇതിനകത്തൊരു കാര്യമാണ്, നിങ്ങൾ ഈ BMS 6
പണം വാങ്ങാനായിട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ ഡേറ്റയൊക്കെ തയ്യാറാക്കി ഒരു 8-10 ദിവസമെങ്കിലും നമ്മൾ 1-2 മണിക്കൂർ ഇരിക്കുമ്പോഴേ നമുക്ക് ഡേറ്റയൊക്കെ ശരിയാവും. അത് കഴിഞ്ഞ് ഈ പ്രസൻറ്റേഷൻ നിങ്ങൾ എല്ലാവരെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് ആ ഓഡിയൻസിൻ്റെ മുന്നേ തന്നെ ഒരുപാട് പ്രാവശ്യം നമ്മൾ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ അതിനകത്ത് സ്റ്റോറി ടെൽ ഇതെല്ലാം പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരണം. ഓൾ ഓഫ് എ സഡൻ പ്രോഗ്രാമിനകത്ത് ഓടി വന്നു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളൊരു ഗ്ലോബലി ഫണ്ട് പണം നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. ആക്ച്വലി കേരളത്തിൽ ഈ സ്വർണം പണയം വെച്ചിട്ട് കൊടുക്കുന്ന പണമെല്ലാം ശരിക്കും നമ്മൾ നല്ലൊരു ബിസിനസ് പ്രസൻറ്റ് ചെയ്താൽ അതിനകത്തോട്ട് അവർ ഇൻവെസ്റ്റ് ചെയ്യും. കാരണം ഗോൾഡ് പണയം വെച്ചിട്ട് പലിശയ്ക്ക് കൊടുക്കുന്നതിന് കഴിഞ്ഞും വളരെ നേട്ടമാണ്. പിന്നെ ഒരുപാട് ടാക്സ് ബെനിഫിറ്റ്സും ഉണ്ട്. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഇന്ന് ഗോൾഡ് പണയം വെച്ചിട്ടോ ഇല്ല പണം കടം കൊടുക്കുന്ന ആൾക്കാരുടെയൊക്കെ പണം നമുക്ക് പല പല കമ്പനികളിലേക്ക്, ഞാൻ ഇതിനെക്കുറിച്ച് പല ആർട്ടിക്കിൾ എഴുതിയത് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് കിട്ടും, നെറ്റ് സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും. അതേപോലെ തന്നെ യൂസ് അനക്ഡോട്ട്സ്, പേഴ്സണൽ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഓതൻറ്റിസിറ്റി, ക്രെഡിബിലിറ്റി നമ്മൾ പറയുന്നതിനകത്ത് ആൾക്കാർക്ക് ബോധ്യം വരുന്ന രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻസ് എങ്ങനെയൊക്കെയാണ്, റവന്യൂ മോഡൽ എങ്ങനെയൊക്കെയാണ് നമുക്ക് പണം വരുന്നത്, പിന്നെ അതിൻ്റെ ചാർട്ടുകൾ, ഗ്രാഫുകൾ, വിഷ്വൽ ഇമ്പാക്റ്റുകൾ, ഫൈനാൻഷ്യൽ ഡാറ്റ, ഇത് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാവുന്ന രീതിയിൽ. അതുപോലെ തന്നെ നോട്ടീസബിൾ മൈൽ സ്റ്റോൺസ്, നമ്മുടെ ഈ കമ്പനി ഇന്ന ദിവസം ഇവിടം കഴിയും, ഇന്ന ദിവസം ഇന്നോടം കഴിയും, 6 മാസം കൊണ്ട് ഇവിടം കഴിയും, അത് കഴിഞ്ഞ് 6 മന്ത്സ് ഇല്ലെങ്കിൽ 1 ഇയർ 18 മന്ത്സിൽ ഇവിടെ കിടക്കും. നമ്മൾ ഇതുവരെ നേടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്, എവിടെ നമ്മൾ റീച്ച് ചെയ്യുന്നു, വെർ വി സ്റ്റാൻഡ് ആൻഡ് വെർ വി വാണ്ട് ടു ഗോ. അതുപോലെ തന്നെ നമുക്ക് അങ്ങനെ ഒരു ടൈം ലൈൻ വളരെ കൃത്യമായിട്ട് ടൈം ലൈൻ ചെയ്യാനായിട്ട് പറ്റും. ഒരു റോഡ് മാപ്പ് പ്രസൻറ്റ് ചെയ്യണം ഈ സമയം അനുസരിച്ച്. ഫ്യൂച്ചർ പ്ലാൻസൊക്കെ വളരെ വ്യക്തമായിട്ട് ഗ്രോത്തും ഡെവലപ്മെൻറ്റും നന്നായിട്ട് ബോധ്യമാകണം. ഇങ്ങനെ ഞാൻ പറയുന്നത് ഇത് അസാധ്യമല്ല. ലോകത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്ത് ഫണ്ട് എടുക്കാറുണ്ട്. നല്ല പിന്നെ പ്രോജക്റ്റുകൾക്ക് ഫണ്ട് ചെയ്യാനായിട്ട് പണമുള്ളവർ കാത്തിരിക്കുക. കാരണം ബാങ്കിലൊന്നും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ 10-1 കിട്ടത്തില്ല. ഇപ്പോൾ ഷെയറിലിട്ടാലോ മ്യൂച്വൽ ഫണ്ടിലിട്ടാലോ ഒന്നും ഇതിൻ്റെ അടുത്ത് വരത്തില്ല. ഞാൻ പഠിപ്പിക്കുന്നതിനകത്ത് കാണാം, BMS 6-നകത്ത് നിങ്ങൾക്ക് ഫണ്ടിങ്ങിൻ്റെ കോഴ്സിനകത്ത് വരുമ്പോൾ കാണാം 10,500 ടൈംസ്, നോട്ട് പെർസെൻറ്റ്, 10,500 ടൈംസ് ഇട്ട പൈസയെ കഴിഞ്ഞും കൂടുതൽ ഇൻവെസ്റ്റർക്ക് കിട്ടിയിട്ടുള്ള കേസ് സ്റ്റഡീസ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം നമ്മൾ ഈ പറഞ്ഞ് പ്രസൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് യൂസ് പെർസ്വേസീവ് ലാംഗ്വേജ്, വളരെ പ്രേരണയോടുകൂടി അവരുടെ മനസ്സിൽ ഇൻസ്റ്റിൽ കോൺഫിഡൻസ്. അപ്പം നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് ബോധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടീം അംഗങ്ങളെ അറ്റ്ലീസ്റ്റ് അവരുടെ പടങ്ങളൊക്കെ കാണിച്ചാണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രസൻറ്റേഷൻ ടൈലർമെയ്ഡ് ചെയ്യണം, ഓഡിയൻസിൻ്റെ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടും പ്രിഫറൻസിന് വേണ്ടിയിട്ടും. ഓരോ സെഗ്മെൻറ്റ് ആൾക്കാർക്ക് വേണ്ടി ചെറിയ ഡിഫറൻസസ് വരുത്തണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് വേണ്ടി മാത്രം പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ടെക്നിക്കലി പോകണം. അതല്ല, കർഷകർക്കും ചെറിയ മണി ലെൻഡേഴ്സിനും വേണ്ടി പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ കേരളത്തിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അബണ്ടൻറ്റ് മണി, ഇപ്പോൾ US-ൻ്റെ മോളിൽ ബിസിനസ് ചെയ്യാനുള്ള അബണ്ടൻറ്റ് മണി സ്വർണ്ണത്തിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഈ സ്വർണം വിറ്റിട്ട് അത് ലിക്വിഡേറ്റ് ചെയ്തിട്ട് നല്ല സ്റ്റാർട്ടപ്സിൽ വന്നു കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ 100 ഇരട്ടി കിട്ടുമെന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടാൻ പറ്റണം. അല്ലെങ്കിൽ മണി ലെൻഡേഴ്സിൻ്റെ പണം ഒരുപാട് കിടക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഇതിലോട്ട് ബിസിനസ്സിലേക്ക് കയറ്റണം. പിന്നെ നമ്മൾ നടത്തുന്നതും വളരെ സ്ട്രോങ് ആയിരിക്കണം. ബിസിനസ് നടത്തിപ്പിന് വേണ്ടിയിട്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ പിന്നീട് പറയാം. അതുപോലെ തന്നെ ആൻറ്റിസിപ്പേറ്റ് ആൻഡ് അഡ്രസ് പൊട്ടൻഷ്യൽ ഒബ്ജെക്ഷൻസ്, എന്തൊക്കെയാണ് അവരുടെ കൺസേൺ റേസ് ചെയ്യാവുന്നത്, അതിനുവേണ്ടി പ്രത്യേക ടൈം കൊടുക്കണം. ഇപ്പോൾ ഒരു കസ്റ്റമറും സാധാരണ ഇത് 4 ചോദ്യങ്ങളിൽ കൂടുതൽ ചോദിക്കത്തില്ല, ഒബ്ജക്ഷനിൽ കൂടുതൽ ചോദിക്കത്തില്ല. പക്ഷേ നമ്മൾ 40 ഒബ്ജക്ഷന് മറുപടി പറയാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കി അങ്ങ് വായിക്കുകയല്ല വേണ്ടത്, നമ്മളത് കാണിച്ചുകൊണ്ട് അതിൻ്റെ സമ്മറി നമ്മൾ പറയുകയാണ് വേണ്ടത്. അപ്പം ക്വസ്റ്റ്യൻസിന് ആൻസർ വേണം, അഡീഷണൽ ഇൻഫർമേഷൻ എല്ലാം കൊടുക്കാനുണ്ട് അത് വേണം, എവിഡൻസസ് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് പോകാം. സ്റ്റോറി ടെല്ലിങ് നമുക്ക് വളരെ നരേറ്റീവായിട്ട് ഓഡിയൻസ് വളരെ എൻഗേജ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് സ്റ്റാർട്ട് ടു ഫിനിഷ് തീർക്കണം. പിന്നെ നമ്മൾ കീ പോയിൻറ്റ്സ് വീണ്ടും നമ്മൾ സമ്മറൈസ് ചെയ്തുകൊണ്ടിരിക്കണം. പ്രസൻറ്റേഷൻ തീരുമ്പോഴും നമുക്ക് അതിനകത്ത് നമുക്ക് ചില റെഫറൻസ് ഒക്കെ കൊടുക്കാം. ഇന്ന റെഫറൻസ് ഇന്ന എടുത്തിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ചിലതിനകത്ത് ഇച്ചിരി ഹ്യൂമറൊക്കെ വേണം നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വളരെ സ്പെയറിംഗ്ലി ആയിട്ട് അപ്പോൾ അവരുടെ മൂഡ് എലവേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഓഡിയൻസിന് അല്പം ഒന്ന് എൻ്റർടൈൻമെൻറ്റ് വരുന്ന രീതിയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ വിഷ്വൽ ഗ്രാഫിക്സ് ഉപയോഗിക്കുന്ന കൂടെ തന്നെ നമുക്ക് മെറ്റഫേഴ്സും അനാലജീസും വേണം നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പവർഫുൾ ഇമേജറി എപ്പോഴും വർക്കൗട്ട് ആകും. അതിൻ്റെ കൂടെ ഒരു ഇമോഷനും കൂടെ വിടാൻ പറ്റുമെന്നെങ്കിൽ അത് ലാസ്റ്റിംഗ് ഇംപ്രഷൻ ആയിരിക്കും. ഞാനത് മോഡൽസ് നിങ്ങൾക്ക് ഞാൻ ക്ലാസ്സിൽ എടുത്ത് കാണിക്കാം. അതുപോലെ തന്നെ ഇൻക്ലൂഡ് സ്ട്രോങ് ആൻഡ് മെമ്മറബിൾ ക്ലോസിംഗ്.
ഇത് പറഞ്ഞ് ലാസ്റ്റ് അവസാനം കോൾ ടു ആക്ഷൻ ചെയ്തിട്ട് നമ്മൾ ലാസ്റ്റ് ചോദിക്കുകയാണ്, ആർ യു റെഡി ടു ഇൻവെസ്റ്റ് റൈറ്റ് നൗ? ഇന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് അതിൻ്റെ പേരിൽ ഒരു പ്രത്യേക ലാഭം കൂടെ കിട്ടും, ഇന്നത്തേക്കും മാത്രം, ഓൺലി ഫോർ ടുഡേ. അതും കൂടെ. അപ്പം അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞതിനെ ചിലതിനെ റീഇൻഫോഴ്സ് ചെയ്ത് മെയിൻ മെസ്സേജ് ഹൈലൈറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അവസാനിക്കാനായിട്ട്. എല്ലാ സ്ഥലത്തും വീണ്ടും ആലോചിക്കേണ്ട പെർസ്യൂസീവ് ലാംഗ്വേജ് ആയിരിക്കണം. പെർസ്യൂസീവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അവർക്ക് എന്ത് കിട്ടും, അവർക്ക് എന്ത് നേട്ടമുണ്ട്, അവർക്കെന്ത്, അത് ഇറസിസ്റ്റബിൾ ആയിരിക്കണം കിട്ടാവുന്ന നേട്ടം. പിന്നെ നമ്മൾ എന്താണ്, നമുക്ക് ഈ പ്രസൻറ്റേഷൻ ഒരുപാട് പ്രാവശ്യം നമ്മൾ തനിയെ ബെഡ്റൂമിലൊക്കെ ഇരുന്ന് കുട്ടികളൊക്കെ വെച്ചുകൊണ്ടൊക്കെ ആയിട്ട് പ്രസൻറ്റ് ചെയ്ത് അത് കഴിഞ്ഞൊരു 20 പേരുടെ അടുത്തും ചോദ്യം ചോദിക്കുന്നതും കളിയാക്കുന്നവരുടെ അടുത്തൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ട് വേണം, അത് വേണം നമ്മൾ ഇമ്പ്രൂവ് ചെയ്തിട്ട് യഥാർത്ഥ ഇൻവെസ്റ്റർ അടുത്ത് പ്രസൻറ്റ് ചെയ്യാനായിട്ട്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള റോട്ടറി ക്ലബ്ബ്, ലയൺസ് ക്ലബ്ബ്, മറ്റ് ചെറിയ ചെറിയ ബിസിനസ് ചെയ്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിനകത്ത് ചേരുവാണെങ്കിൽ അവർ കഷ്ടപ്പെട്ട് ബിസിനസ് ചെയ്യുന്നതിനെ കഴിഞ്ഞും കൂടുതൽ ലാഭം ഇവിടെയാണ് എന്ന് നമുക്ക് ബോധിപ്പിക്കാനായിട്ട് റിയലി അങ്ങനെ ആയിരിക്കണം, അല്ലെ നമ്മൾ ബിസിനസ് ചെയ്യാനായിട്ട് പോകരുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മെൻറ്റേഴ്സിൻ്റെ അടുത്ത് നിന്നൊക്കെ ഫീഡ്ബാക്കൊക്കെ എടുത്ത് നമ്മൾ പിച്ചിടൊക്കെ വീണ്ടും അതനുസരിച്ച് മാറ്റിക്കണം. അപ്പോൾ വളരെ കൺസൈസ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കണം, പെർസ്യൂസീവ് ലാംഗ്വേജ് ആയിരിക്കണം. അപ്പോൾ സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്ക് ഞാൻ നേരത്തെ ഇത് ക്ലാസ് എടുത്തിട്ടുണ്ട്, ഞാൻ വേണേൽ സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്ക് ഒരിക്കൽ കൂടി എടുത്തില്ല, ഇതിനു വേണ്ടി മാത്രമായിട്ട് എക്സാമ്പിളോട് കൂടി. അപ്പോൾ അതുപോലെ തന്നെ യൂസ് എർജൻസി, ഇപ്പോൾ ആണെങ്കിലും കിട്ടുള്ളൂ, ഞങ്ങൾക്ക് ഇത്ര ശതമാനം മറ്റുള്ളവർ അണ്ടർറൈറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്ര എടുക്കാൻ തയ്യാറാണ്. പിന്നെ അതിനെക്കുറിച്ചുള്ള എക്സൈറ്റ്മെൻറ്റ്, നിങ്ങൾക്കുണ്ടാകാവുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, പിന്നെ വളരെ കമ്പലിംഗ് ആയിട്ടുള്ള വിഷ്വൽസ് വേണം ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ റീഇൻഫോഴ്സ് കീ പോയിൻ്റ്. അപ്പോൾ സോഷ്യൽ പ്രൂഫ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റിൽ ഞാൻ എന്നെക്കുറിച്ച് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര സൂപ്പറായിട്ട് പറഞ്ഞാലും ലിമിറ്റേഷൻസ് ഉണ്ട്. അത് മറ്റു പലരുടെ വെബ്സൈറ്റിൽ അവർ വല്ലതും പറഞ്ഞിട്ടുണ്ട്, വളരെ കുറച്ചോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കര വിലയാണ്. ഞാനിവിടെ ചെയ്യുന്നുണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. ഓൾറെഡി വെബ്സൈറ്റൊക്കെ ഉള്ള എൻ്റെ ശിഷ്യരുടെ, അപ്പോൾ എക്സിനെ കൊണ്ട് വൈയുടെ വെബ്സൈറ്റിലൊരു കമൻറ്റ് എഴുതിയിരിക്കും, ഇസഡിനെ കൊണ്ട് മറ്റൊരെണ്ണത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് പ്രൊമോഷൻ. അപ്പോൾ 50 വെബ്സൈറ്റുകാർ ക്ലാസ്സിൽ വരുവാണെങ്കിൽ അവരെ കൊണ്ടെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കഴിയുമ്പം ഒരാളെക്കുറിച്ച് തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, കമ്പനിയെക്കുറിച്ച് സെർച്ച് കഴിഞ്ഞാൽ 10-20 സ്ഥലത്തുനിന്ന് ആ കമ്പനിയെക്കുറിച്ച് ബെറ്റർ ഒരു ഫീഡ്ബാക്ക് കിട്ടും. ഇറ്റ്സ് കോൾഡ് സോഷ്യൽ പ്രൂഫ്. സോ ഇൻകോർപ്പറേറ്റ് സോഷ്യൽ പ്രൂഫ് നമുക്ക് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് അപ്പോൾ എനിക്ക് UK നിന്ന് എനിക്കൊരു ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള മോട്ടിവേറ്റ് ചെയ്യുന്ന 24 പേരിൽ ഒരാളാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു അവാർഡ് തന്നു. എനിക്കത് സ്വീകരിക്കാൻ പോകാനായിട്ട് സമയമില്ലായിരുന്നു. പക്ഷേ അതുപോലെ തന്നെ അവരത് അവരുടെ വെബ്സൈറ്റിൽ മറ്റുമൊക്കെ ഇട്ടിട്ടുണ്ട്. അറിയപ്പെടുന്നൊരു ഓർഗനൈസേഷനാണ്. അപ്പോൾ അത് എനിക്ക് ലിങ്കായിട്ട് കൊടുക്കുക. ദാറ്റ്സ് എ സോഷ്യൽ പ്രൂഫ് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും, ഇപ്പോൾ റോട്ടറി ഇൻ്റർനാഷണൽ എനിക്ക് അവാർഡ് തന്നിട്ടുണ്ട്, അമേരിക്കയിൽ ചില ഓർഗനൈസേഷൻസ് എനിക്ക് അവാർഡ് തന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് ദാറ്റ്സ് ഓൾ ക്രിയേറ്റിംഗ് സോഷ്യൽ പ്രൂഫ്. അതൊന്നും ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പുറം ചൊറിയുക എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ പ്രൂഫ് നമുക്ക് ചില എൻഡോഴ്സ്മെൻറ്റ്, ടെസ്റ്റമോണിയൽസ്, ചില ക്രെഡിബിലിറ്റി കിട്ടാനായിട്ട് ചില ഓതൻറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുക ഇതിനെക്കുറിച്ച്, ഇത് നല്ലതാണല്ലോ, കണ്ടിട്ട് കൊള്ളാമല്ലോ, ഇയാളുടെ ഹിസ്റ്ററിയും കൊള്ളാമല്ലോ എന്നൊക്കെ പറയുക. അപ്പോൾ നമ്മുടെ ആർഗ്യുമെൻറ്റ് സപ്പോർട്ട് ചെയ്യാനൊക്കെ എവിടെ നിന്ന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റോറി ടെല്ലിങ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സസ്പെൻസ് ഇട്ട് എങ്ങനെ പറയാനായിട്ട് അതിന് ഒരുപാട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോസുകൾ കൊണ്ടുവന്നിട്ട് വീണ്ടും ഇപ്പോൾ ഞാൻ നിർത്തിയതുപോലെ പോസുകൾ കൊണ്ടുവന്ന് പ്രസൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ തട്ടുമുട്ടുമൊക്കെയുള്ള ലാംഗ്വേജ് ഉപയോഗിച്ച് പറയുക തന്നെയാണ് പ്രൊഫഷണലി ഒരാളെ എടുത്ത് വെക്കുന്നതിൽ നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ് ഇവിടെ നടത്തേണ്ടതായിട്ട് വരും നമ്മൾ ഈ BMS 6-ന് ശേഷം. കാരണം നന്നായിട്ട് പ്രസൻറ്റ്, കാരണം ഇതിൻ്റെ കൂടെ അതുകൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഈ ഫണ്ടിങ്ങിൻ്റെ 120 ഫണ്ടിങ്ങിൻ്റെ നല്ലതും മോശം എല്ലാം ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ കണ്ടുപിടിക്കണമല്ലോ. ഇതിൽ പല ഫണ്ടുകളും നമ്മൾ കാശായിട്ട് തിരിച്ചു കൊടുക്കേണ്ട. അതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളിൻ്റെ ഫണ്ട് നമുക്ക് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിൽ സീക്രട്ടായിട്ടായിരിക്കും, പക്ഷേ ലീഗലി ആയിട്ടേക്കുന്നത്. പക്ഷേ നമുക്ക് വരാവുന്ന പ്രശ്നങ്ങളെല്ലാം അയാൾ നോക്കിക്കോളും, വലിയ സാധ്യതയാണ്. അപ്പോൾ തന്നെയല്ല, നമ്മൾ നാഷണൽ ലെവലിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ നാഷണൽ ലെവലിൽ പ്രസൻസ് ഉള്ളവരെ കൊണ്ട് നമ്മൾ ഷെയർ എടുപ്പിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മളെപ്പോഴും അവിടെ പൊസസീവ് ലാംഗ്വേജും നമ്മുടെ അതുപോലെ ഇമോഷൻസ് ആൻഡ് ഡിസയേഴ്സിന് നമ്മൾ അപ്പീൽ ചെയ്യാൻ വേണം. പിന്നെ അവിടെ എപ്പോഴും ഇമേജറി ആൻഡ് ഇമ്പാക്റ്റ്. പിന്നെ നമുക്ക് ഈ സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്സിൻ്റെ ചില ടെർബുലൻസ് ഒക്കെ കൊണ്ടുവന്ന ഫൈനലി വിക്ടറിയിലേക്ക് പോകുന്ന എല്ലാ സ്റ്റോറിക്കും അതൊരു വില്ലൻ ആവശ്യമാണ്. പ്രശ്നമൊന്നും ഉണ്ടായിട്ടുള്ള കാര്യം ആ പ്രശ്നമായിട്ട് തന്നെ പറയുക. ഒക്കെ വേറൊരാൾ പറയുന്നതിന് പകരം ഞാനൊരു ബിസിനസ് ചെയ്ത് ജയിലിൽ കിടന്നിട്ടുണ്ടെങ്കിൽ, ഗൾഫിൽ ഞാൻ ജയിലിൽ കിടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് പറയുക.
അതെനിക്കൊരു വലിയ പാഠമായിരുന്നു. എനിക്ക് അതിൽ കൂടെ വലിയ നേട്ടമാണ് ഉണ്ടായത് നമുക്കത് പറയാനായിട്ട്. എനിക്ക് സിവിൽ കേസ് ഉണ്ടായിട്ടുണ്ട്, ആ കാര്യം പറയുക വേറൊരാൾ പറയുന്നതിന് പകരം. അത് നമുക്ക് ഞാനത് ക്ലാസ്സിൽ വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് നമ്മളുടെ നെഗറ്റീവ്സ്. ഇപ്പം ബറാക്ക് ഒബാമ പറഞ്ഞെന്തുവാ, എൻ്റെ പിതാവ് ഒരു മുസ്ലിം ഫെയ്ത്തിലുള്ളായിരുന്നു, ഞാൻ ബ്ലാക്കാണ്. ഈ രണ്ട് കാര്യം ആദ്യം അങ്ങ് പറഞ്ഞു. ഇങ്ങനെയാണെങ്കിലും ഞാൻ അമേരിക്കയെ മാറ്റും. ഇതായിരുന്നു അയാൾ ആദ്യം എൻട്രി ചെയ്തപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം പറഞ്ഞെന്താ, എന്നെക്കുറിച്ച് ഒരുപാട് പേര് കുറച്ച് എൻ്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും. പക്ഷേ ഞാൻ അമേരിക്കയിൽ ഗ്രോത്ത് കൊണ്ടുവരാനായിട്ട് എന്നെ കൊണ്ട് പറ്റും. അദ്ദേഹത്തിൻ്റെ കാലത്ത് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒബാമ ചെയ്തു വെച്ച നന്മയുടെ മുഴുവനും ഗ്രോത്ത് വന്നത് ഇദ്ദേഹത്തിൻ്റെ കാലത്താണ്. അപ്പോൾ അദ്ദേഹം നല്ല ഗ്രോത്ത് കൊണ്ടുവരാൻ കഴിവുള്ളവരാണെന്ന് ആൾക്കാർ വിശ്വസിച്ചു. അപ്പോൾ നമ്മൾ പറയുന്നതിന് പല ക്രെഡിബിലിറ്റിയും എവിടുന്ന് വന്നതാണെങ്കിലും ശരി. അപ്പോൾ സ്റ്റോറി ടെല്ലിങ് പല വിധത്തിൽ നമുക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ട് സ്റ്റാർട്ടപ്പുമായിട്ട് ചേർന്നുകൊണ്ട് സിമിലർ സ്റ്റാർട്ടപ്പ് ജയിച്ചത് നമ്മൾ തന്നെ ചെയ്തതിലുള്ള രസകരമായി ഞാൻ പലപ്പോഴും ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലും പറയാനാണ്. പിന്നെ അതിന് നമുക്ക് കമ്പലിങ് വിഷ്വൽസും ഇല്ലുസ്ട്രേഷൻസും പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം പറ്റുമോ, അപ്പോൾ അതിന് പറ്റിയ ലാംഗ്വേജസ്, ഒബ്ജക്ഷൻസ് നമ്മൾ തന്നെ പറഞ്ഞിട്ട് വേണേൽ ആൻസർ പറയാം. ഇങ്ങനെയൊക്കെ ആൾക്കാർ എന്നെക്കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ എൻ്റെ കോഴ്സിനെ കുറിച്ച് ആൾക്കാർ പറയും, ഡോക്ടർ വിജയൻ്റെ കോഴ്സ്, ലൈഫ് ലൈൻ്റെ കോഴ്സ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പം ഞാനത് അക്സെപ്റ്റ് ചെയ്യും. അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ ചോദിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിൽ ഇതുമാതിരി കോഴ്സ് ഫ്രാൻസിലുണ്ടോ, യൂറോപ്പിലുണ്ടോ, ആംസ്റ്റർഡാമിലുണ്ടോ, യു എസിലുണ്ടോ, കാനഡയിലുണ്ടോ? ഇവിടെ എല്ലാം പോയി ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് എൻ്റെ സത്താണ്. ഒരിക്കലും ക്ലാസ് വേസ്റ്റ് അല്ല. അപ്പോൾ നമ്മൾ പറയുന്ന എമൗണ്ടിൻ്റെ ആ സെയിം ഫിഗറിന് തന്നെ ഡോളർ വാല്യൂ ഗ്ലോബലി ഉള്ള കോഴ്സാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഒരു പക്ഷേ കേരള ഇക്കോണമി അത് അബ്സോർവ് ചെയ്യാൻ മാത്രം ആയിട്ടില്ലായിരിക്കാം. പക്ഷേ എനിക്ക് വേറെ സ്ഥലമുണ്ട്, മുംബൈയിൽ കൊടുക്കാം, ഡൽഹിയിൽ കൊടുക്കാം, മറ്റുള്ളവർക്ക് കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ നരേറ്റീവ്സ് നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഒബ്ജക്ഷൻസ് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ നമുക്ക് ഒരുപാട് പേരെ ഇരുത്തി റിസർച്ച് ചെയ്യിച്ചിട്ട് അവരുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ജീവിക്കേണ്ടത്, ഇതിന് സ്പെൻഡിങ് ഇല്ലേ, അതനുസരിച്ച് നമുക്ക് ചെയ്തേ പറ്റുള്ളൂ. അല്ലാത്ത ആൾക്കാർ, ഫണ്ട് വേണ്ടാത്ത ആൾക്കാർ വരരുത്. മാത്രവുമല്ല അതിൻ്റെ പുറകിൽ അധ്വാനിച്ചെങ്കിൽ മാത്രമേ, തന്നെയല്ല നമുക്കൊരു കോഴ്സ് ചെയ്തിട്ട് അവർക്ക് ഫണ്ട് എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇന്നൊരു കോഴ്സ് ചെയ്ത് കുറേ പേര് ഫോഴ്സ് ചെയ്തു, അവരെ ഭയങ്കര കമ്പൽസറി ആയിട്ട് എണ്ണുന്ന കാര്യങ്ങൾ ഈ കോഴ്സിൽ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടൊക്കെ സ്വയം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, അതിൻ്റെ മുഴുവൻ ഡോക്യുമെൻറ്റ് സ്വയം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് സ്വന്തമായിട്ട് തന്നെ നമ്മൾ എക്സ്പേർട്ടിനെ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് DPR സ്വയം പ്രിപ്പയർ ചെയ്യിക്കുക, അതിൻ്റെ എല്ലാ ഭാഗവും പഠിക്കാനായിട്ട്, നാളെ ഉപയോഗിക്കാനായിട്ട്, 10 വർഷം കഴിഞ്ഞാൽ ഉപയോഗിക്കാനായിട്ട് അവരെ കൊണ്ട് തന്നെ പിച്ചിടൊക്കെ ഉണ്ടാക്കിച്ചിട്ട് പിന്നെ അതിൻ്റെ ഒരു കളറിങ്ങിനും പോളിഷിങ്ങിനും വേണ്ടി മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് പ്രസൻറ്റേഷനും പഠിപ്പിച്ചു വിടുകയാണ്. ഇങ്ങനെ അത് തന്നെയല്ല, 120 ഫണ്ടിനകത്ത് ഏത് ഫണ്ടാണ് അവർക്ക് ഏറ്റവും ബെറ്റർ എന്നും പഠിപ്പിച്ചു വിടുക. ഇത്രയും ചെയ്തിട്ട് അവർക്ക് ഫണ്ട് കിട്ടിയില്ല പിന്നെ നമുക്ക് നാളെ ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഈ കോഴ്സ് നമുക്ക് നാളെ നടത്താൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെ അതിനകത്ത് വരാവോ, അല്ലാത്തവർ വരരുത്. കാഴ്ചക്കാരായിട്ടുള്ളവർ വരരുതെന്നുള്ള നിർബന്ധമാണ്. പിന്നെ അതുപോലെ തന്നെ അത്രയും നമ്മൾ മുടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫീസാണ്. പിന്നെ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ 14 ലക്ഷം രൂപ ആനുവലി ഫീസുള്ള സ്കൂളുണ്ട്. നമുക്ക് ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരത്തില്ല. പക്ഷേ തങ്ങളെ ക്വാളിഫൈ ചെയ്യുന്നതിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊരു ഇൻ്റർനാഷണൽ സ്കൂളിൻ്റെ സ്റ്റാൻഡേർഡിൽ എടുക്കുമ്പോൾ ഇറ്റ്സ് കോസ്റ്റ്ലി. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ക്രിറ്റിസിസം വന്നാൽ എനിക്ക് പറയാനായിട്ട് മറുപടിയുണ്ട്. എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാനായിട്ടുള്ള, കൺവിൻസ് ചെയ്യാനുള്ള ആൻസേഴ്സ് വേണം. അപ്പോൾ ഇവിടെ ഞാനൊരു ഒബ്ജക്ഷൻ പറഞ്ഞിട്ട് ഒബ്ജക്ഷന് മറുപടി തന്നെ ഞാൻ പറയുമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇത് സമൂഹത്തിലുണ്ടാക്കാവുന്ന മാറ്റം എന്തായിരിക്കും? പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോന്നും വളരെ മെമ്മറബിൾ ആയിരിക്കണം. അപ്പം അവർക്ക് ഇപ്പം തന്നെ ചേരാൻ തോന്നുന്ന കൂട്ട് ബെസ്റ്റ് ലാംഗ്വേജ് ഉപയോഗിച്ച് നമ്മൾ ആ ഒരു രീതിയിലേക്ക് മാറ്റണം. ഇതിന് ശേഷം നടത്താൻ പോകുന്ന, ഇതിനു വേണ്ടി മാത്രം ഈ ഫണ്ട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പബ്ലിക് സ്പീക്കിംഗ് നടത്തുമ്പോൾ ഞാൻ കുറച്ചൊക്കെ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് പ്രിപ്പയർ ചെയ്ത് വരാൻ. ഇതും അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പം അത് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലാംഗ്വേജ് ഉപയോഗിക്കുമ്പം അതിനകത്തോടെ, ഇപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്തിട്ടില്ല, ഹിപ്നോട്ടിക് ആയിട്ടുള്ള ചില മെത്തേഡ്സ്. അപ്പോൾ അവിടെ നമ്മൾക്ക് അവരെ മനസ്സിലാക്കാനായിട്ട്, അവരുടെ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഉണ്ട്. നമുക്കത് ഉപയോഗിക്കാം. അത് പ്രധാനമായിട്ടും NLP സെയിൽസ് മാസ്റ്ററിയിൽ പഠിക്കുന്ന പകുതി കൂടുതൽ ഭാഗം ഒരു പ്രോഡക്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഫണ്ട് എടുക്കാനും എങ്ങനെ നമ്മളത് നമ്മുടെ കമ്പനിയുടെ ഷെയർ ഇക്വിറ്റി എങ്ങനെ വിറ്റിട്ട് കാശെടുക്കാം, അത് നമ്മൾ പഠിക്കുന്നുണ്ട് അതിനകത്ത് എന്നതുപോലെ തന്നെയാണ്. അപ്പോൾ ഈ അറിവുണ്ടെങ്കിൽ നമുക്കപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ പറഞ്ഞു വന്നു കഴിഞ്ഞ് പിന്നെ ഒരിക്കൽ കൂടെ ഓപ്പൺ ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകരുത്. അവിടെ വെച്ച് തന്നെ ക്ലോസിങ്. അപ്പോൾ ക്ലോസിങ്ങിനുള്ള
ഫണ്ട് ക്ലോസിങ്ങിനുള്ള 20 മെത്തേഡ്സ് പഠിക്കണം. ഓക്കെ, ആ 20 മെത്തേഡ് പഠിക്കണം. പിന്നെ നമ്മൾ പറയുന്നത് വളരെ ഹ്യൂമനൈസ് ചെയ്തിട്ടുള്ളതായിരിക്കണം, മനുഷ്യനുമായിട്ട് ചേരുന്നതായിരിക്കണം, അവരുടെ ഹൃദയത്തിലേക്ക് അങ്ങ് പോകണം. എങ്ങനെ റാപ്പോ ക്രിയേറ്റ് ചെയ്യണം, അവരിൽ എങ്ങനെ എക്സൈറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം, അവർക്ക് ലാഭം കിട്ടാൻ പോകുന്ന ആൻറ്റിസിപ്പേഷൻ. പ്രധാനമായിട്ട് ഞാൻ പറയാം, നിങ്ങളുടെ കമ്പനി വളരെ സ്റ്റേബിൾ ആണെങ്കിൽ ഇപ്പോൾ 40 കഴിഞ്ഞ ഒരാൾക്ക് അതിൽ കൊണ്ട് പൈസ ഇട്ട് കഴിഞ്ഞാൽ 60 വയസ്സ് കഴിയുമ്പോൾ അവരുടെ റിട്ടയർമെൻറ്റിൽ അവർക്ക് നല്ല പൈസ വാങ്ങിക്കാൻ പറ്റും, എമൗണ്ട് ഇഷ്ടം പോലെ കിട്ടുമെന്ന് അവരെ ബോധിപ്പിക്കണം. ഇന്നത് കിട്ടും എന്നുള്ള അവർക്ക് കൃത്യമായിട്ടും ബോധിപ്പിക്കണം. ഇപ്പോൾ പ്രോപ്പർട്ടിയൊക്കെ കൊടുത്തപ്പോൾ പിന്നെ അന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ, നിങ്ങളിപ്പോൾ ഇത്ര കഴിഞ്ഞ് നിങ്ങൾക്ക് പ്രോപ്പർട്ടി കിട്ടും, അതിൻ്റെ ആ ഒരു കൃത്യസമയമായപ്പോഴത്തേക്കും പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്തവർ അവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്, അപ്പോൾ അവർക്ക് ബോധ്യം വന്നു. പിന്നീട് എന്താണ്, വീണ്ടും ആൾക്കാർ വാങ്ങാനായിട്ട് വരുമ്പോഴത്തേക്കും അവർക്കൊരു ഹയർ വാല്യൂ കൊടുത്തിട്ട് നമ്മളത് തിരിച്ചെടുത്തിട്ടാണ് പിന്നെ കുറച്ചുകൂടെ കാശ് കൂടിയ ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ, ടൗൺഷിപ്പ് നടത്താനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ളവർ വന്നപ്പോഴത്തേക്കും വീട് വെച്ച് കൊടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളത് ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ പക്ഷേ അവിടെ ഡെലിവറി ചെയ്തു. ഓക്കെ, അപ്പോൾ അങ്ങനെ വളരെ വ്യക്തമായിട്ട് അവിടെ പ്രോഗ്രസ്, അച്ചീവ്മെൻറ്റ്സ് ഇതെല്ലാം നമുക്കുണ്ടാകണം. അത് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റും, നിങ്ങൾ ചെയ്തിട്ടുള്ള നേട്ടങ്ങൾ എന്താണ്, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക്. അപ്പോൾ ഓഡിയൻസിൻ്റെ ഇമാജിനേഷൻ അതിലേക്ക് നമുക്ക് പോകണം. ഇപ്പം ഞാൻ അടുത്ത് ചെയ്യാനായിട്ടിരിക്കുന്ന ഒരു വലിയ മെഗാ ടൂറിസ്റ്റ് 300 ഏക്കറിന് മുകളിൽ വരുന്നൊരു നമ്മളൊരു റിസോർട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളിന് ഒരു 10 times ഒക്കെ വളരാവുന്ന പ്രൊപ്പോസലാണ് കൊടുക്കുന്നത്, അവർ തന്നെ അത് മാനേജ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ഇൻസ്ട്രുമെൻ്റലായി തീരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ധരിപ്പിച്ച് കഴിയുമ്പോൾ എന്താണ്, അതിൻ്റെ സമയം വരുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു പ്രയാസമില്ല. ബോധിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും ക്ലിയറായിട്ട് പിച്ചിടൊക്കെ ഉണ്ടോ, DPR ഉണ്ടോ, വളരെ ക്ലിയറായിട്ട് നമുക്ക് ഫണ്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൂടെ കിട്ടണം, മറ്റുള്ളവരിലേക്ക് പോകരുത്, ആദ്യം എനിക്കിലേക്ക് കിട്ടണം എനിക്ക്. പക്ഷേ വരുന്നവർക്ക് ഒരുപാട് കൊടുക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ വരാൻ പോകുന്ന 5 സ്റ്റാർ ഹോട്ടലിൽ വലിയ എമൗണ്ട് ഇടാം എന്ന് പറഞ്ഞാൽ മൊത്തം വേണം എടുക്കാം, അതിൻ്റെ 1/3 എടുക്കാം, പകുതി എടുക്കാം എന്ന് പറഞ്ഞവരോട് നമ്മൾ പറഞ്ഞത്, നമ്മുടെ ഈ ഹോട്ടൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രീമിയം 5 സ്റ്റാർ ഹോട്ടലാണ്. അതിനകത്ത് പൈസ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അയാളുടെ 98 വയസ്സ് വരെ എല്ലാ മാസവും അവർക്കൊരു എമൗണ്ട് കിട്ടാൻ, അത് മാത്രമേ നമ്മൾ 2 കോടി 3 കോടിക്കകത്ത് എമൗണ്ട് മാത്രമേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ 50 കോടിയോ 100 കോടിയോ കൊണ്ട് ഇടണ്ട എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ കുറച്ചുകൂടി നമുക്ക് വിശ്വാസ്യത വീണ്ടും കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ പ്രസൻറ്റേഷൻ നമുക്കപ്പോൾ വി ക്യാൻ പെർസ്വേഡ് ദം. അപ്പോൾ ഇതേ ക്രിയ തന്നെ പലപ്പോഴും നമ്മുടെ ആൾക്കാരുടെ മുന്നിൽ ഞാനും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുമായിട്ട് അവർക്കൊരു ഇമോഷണൽ കണക്ഷൻ. കാരണം എന്താ, സ്വന്തം പേരിൽ, അപ്പോൾ എന്താ ഫാദറിന് എന്താ ജോലി, അത് കാലിക്കറ്റ് ഇന്ന ഹോട്ടലിൻ്റെ, അതായത് ലോകത്തിലെ ഏറ്റവും നല്ല പേരുള്ള ഹോട്ടലിൻ്റെ പാർട്ട്ണറാണ് എന്ന് പറയുമ്പോൾ ദർ ഇസ് ആൻ ഇമോഷണൽ കണക്ഷൻ. മോൾക്കൊരു കല്യാണം വരുമ്പോഴോ മകനൊരു കല്യാണം വരുമ്പോഴോ പിതാവിന് എന്താ ജോലി എന്ന് പറയാനായിട്ട് പറ്റിയൊരു കാര്യമുണ്ട്. അവിടെ നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുകയാണ്. അവിടെയൊക്കെ നമുക്ക് പെർസ്വേസീവ് ലാംഗ്വേജ് ഉപയോഗിക്കാം. യുണീക്ക് അഡ്വാൻറ്റേജ് വേറെ ഒരിടത്തും ഇത് കിട്ടത്തില്ല. എന്താണെങ്കിലും നമ്മൾ മുടക്കുന്നതിൻ്റെ ഒരു 4-5 times 2 വർഷം കഴിയുമ്പോൾ തന്നെ വരും. പിന്നീട് അത് റെഗുലറായിട്ട് അതിൻ്റെ ഇൻകം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിന് ഉണ്ടാക്കുന്ന പ്രസ്റ്റേജ്, നമുക്കൊരു ആസ്ഥാനം, അപ്പോൾ ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അത് എത്രമാത്രം നിങ്ങൾ സുരക്ഷിതരാണ്, കാരണം നിങ്ങളാണ് നടത്തുന്നത്, ഞാനതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് മാത്രമാണ്. അപ്പം അങ്ങനെ നമ്മൾ അവരെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് അപ്പം അവർക്ക് ഡൗട്ട്, കൺസേൺസ്, ഒരു സസ്പീഷൻ, ഇതെല്ലാം നമുക്ക് വാഷ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റണം. സ്കെയിലബിലിറ്റി, ഇപ്പോൾ ഏതിലേക്കാണ് നമ്മളിപ്പോൾ ഇതിന് പെട്ടെന്ന് ഇത് വളരാനായിട്ട് എത്താനായിട്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ പണം ഇടുന്നതിന് ആ കമ്പനിയുടെ പേരിൽ കറണ്ട് അക്കൗണ്ടിലേക്കാണ്, അത് ഇന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, അത് കിട്ടുമ്പോൾ അതിന് എത്ര ഗ്രോത്ത് വരാനായിട്ട്, നിങ്ങളല്ലെങ്കിൽ XL Y അല്ലെങ്കിൽ Z ഇരിക്കുന്നു എന്നുള്ളത് അവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത്ര എമൗണ്ട് വന്നു, ഇന്ന ആൾക്കാർ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ പറയുമ്പോഴത്തേക്കും വളരെ റിലേറ്റബിളായിട്ട്, വളരെ സ്റ്റേബിളായിട്ട് ആൾക്കാർക്ക് ബോധ്യപ്പെടും. അവരെ വീണ്ടും അപ്പോൾ ഇതെന്തുവാണ്, പെട്ടെന്ന് ആക്ട് ചെയ്യാനായിട്ട് ഇന്ന് തന്നെ, കാരണം പിന്നീട് ഒരിക്കൽ പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് ടൈമില്ല. അവരെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുക, അവരിൽ വളരെ പോസിബിലിറ്റിയുടെ സാധ്യത മനസ്സിലുണ്ടാക്കുക. മിസ് ചെയ്താൽ ഭയങ്കര ലോസ് ആണെന്നുള്ളൊരു ഫീലിങ്, ക്രെഡിബിലിറ്റി, ട്രസ്റ്റ്, ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ. അപ്പോൾ അവിടെ നമ്മൾ പ്രസൻറ്റേഷൻ എപ്പോഴും അവരെ ഓരോരുത്തരെയും കണക്ട് ചെയ്തുകൊണ്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ടോടെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കണം. എല്ലാത്തിനകത്തും നമ്മൾ യൂസ് അർജൻസി. ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ പോയി, ഇത് ഏതാനും ദിവസം കഴിഞ്ഞ് ഞാനിപ്പോൾ പറഞ്ഞ് നമ്മുടെ പ്രോപ്പർട്ടി അവിടെ കൊടുത്തപ്പോഴത്തേക്കും ചോദിച്ച ചില ആൾക്കാരൊന്നും വന്നില്ല, വരട്ടെ എന്ന് പറഞ്ഞാൽ അവർക്കാർക്കും കിട്ടിയില്ല. ആദ്യം വന്നവർക്ക് മാത്രം കിട്ടി. ഇനിയിപ്പോൾ 5 സ്റ്റാറിന് വരുമ്പോൾ എന്താണ്, ആദ്യം വരുന്നവർക്ക് അപ്പോൾ ആൾക്കാർ വെയിറ്റ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആദ്യം വരുന്നവർക്ക് മാത്രം കിട്ടും. അപ്പോൾ പിന്നെ ഒരു പ്രോജക്റ്റ് വരുമ്പോഴാണ് അവരപ്പോൾ ആൾക്കാർ, നേരത്തെ വന്നിട്ടുള്ള ആൾക്കാർ ചിന്തിക്കും, ഇപ്പം ഞാൻ എടുത്തില്ലെങ്കിൽ എനിക്ക് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു പോകും. ഓക്കെ, പിന്നെ അത് തന്നെയല്ല, നമ്മളിപ്പോൾ ഒരു കൂളിംഗ് പീരീഡ് പോലെ കൊടുക്കുന്നുണ്ട്. ആദ്യം ഒന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾ അവിടെ വന്നിരുന്ന് പഠിച്ചതിന് ശേഷം, ഇഫ് യു ആർ നോട്ട് ഹാപ്പി, നിങ്ങൾ ഇട്ട പണം 1 മാസത്തിനകത്ത് 2 മാസത്തിനകത്ത് തിരിച്ചെടുത്തു, ആ ഒരു ചാൻസ് കൂടെ നമ്മൾ കൊടുക്കണം. യു ക്യാൻ വിഡ്രോ ഇറ്റ്.
അതുവരെ നിങ്ങളൊരു കൂളിംഗ് പീരീഡ് കഴിഞ്ഞ് മാത്രമേ ഈ പണം നമുക്ക് ഉപയോഗത്തിന് പോകുള്ളൂ. അന്നേരം നിങ്ങൾ സൈൻ ചെയ്യണം. ഇത്ര കാലത്തിന് ശേഷം മാത്രം നമുക്ക് ഈ ഫണ്ട് തിരിച്ച് കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ വിശ്വാസം ആർജിച്ച് പിന്നെ നമുക്കൊരു കാര്യമാണ്, നമ്മുടെ റിയൽ പാർട്ണർ ആയി കഴിയുമ്പോൾ അവർക്ക് പ്രത്യേകമായ ട്രീറ്റ്മെൻറ്റ് അവർക്ക് മാത്രമായിട്ട് നമ്മളിപ്പോൾ ഓഡിയൻസ് കൊടുത്ത പോലെയല്ല, എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് ഈ മിഷൻ പോസിബിളാണ്, ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആണെന്ന് അവരിലെ എക്സൈറ്റ്മെൻറ്റും പോസിബിലിറ്റിയും വീണ്ടും 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 കൂട്ടിക്കൊണ്ടുവന്ന്, അപ്പം എനിക്കൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്, ആ ഓപ്പർച്യൂണിറ്റി ആണെന്ന് വീണ്ടും പിന്നെ അവർ പോയി കഴിഞ്ഞും പ്രയാസപ്പെട്ടത് അവിടെ വെച്ച് തന്നെ കമ്മിറ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് ഫിനിഷ് ചെയ്ത് എല്ലാം തീർത്തിട്ട് നമുക്ക് അവിടെ വെച്ച് എന്തെങ്കിലും ഫൈനലി എന്തെങ്കിലും ചെയ്യാനുണ്ടോ. അപ്പോൾ ഇവിടെ വെച്ചൊരു വേണൊരു കാര്യം ചെയ്യുന്ന ആൾക്കാർ നമുക്കൊരു വളരെ എന്താണ് അതോറിറ്റി ആയിട്ടുള്ള അയാളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കാം. അപ്പോൾ അദ്ദേഹത്തിനൊരു എൻഡോഴ്സ്മെൻറ്റോ സാക്ഷ്യപ്പെടുത്തൽ അങ്ങനത്തെ ഒരു അംഗീകാരമാണ് അവരുടെ സാക്ഷ്യത്തിൽ നമ്മൾ വാങ്ങിച്ചു. പക്ഷേ യു ക്യാൻ ഗെറ്റ് ഇവൻ 2 months അതിനകത്ത് അവിടെ വന്ന് എല്ലാം പഠിക്കുക, എല്ലാം നോക്കുക. പോസിബിളാണ് എന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. നമ്മൾ ഒരിക്കലും തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഫണ്ട് കിട്ടുന്നതിനൊന്നും പലപ്പോഴും ഫണ്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടട്ടോ, അത്രയും ഫണ്ട് വേണ്ട എന്നുള്ളൊരവസ്ഥയിലായിരിക്കും നമ്മൾ വരാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളിത് കണ്ടതിന് ശേഷം ഈ ഒരു എങ്ങനെയാണ് DPR ഉണ്ടാക്കേണ്ടത്, പിച്ച് ഡെക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്, ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു 10-12ഓളം ഫണ്ടിങ്ങിന് വേണ്ടി 10-12ഓളം ഡോക്യുമെൻറ്റ്സ് തയ്യാറാക്കാനുണ്ട്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു 10 ദിവസമെങ്കിലും ഓൺലൈനിൽ ഇരുന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമുക്ക് ഈ ഫണ്ടിങ്ങിൻ്റെ 120 ഫണ്ടിങ് മെത്തേഡ്സ് നമുക്ക് പഠിക്കാനായിട്ട് ക്ലാസ്സിലിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് അപ്പം ചെയ്യുക. ഈ ഏർലിയസ്റ്റ് ഇതിനകത്ത് കയറുക, അതായത് ഓൺലൈൻ ക്ലാസ്സിൽ കയറി അതൊന്ന് പഠിക്കുക. അതിനകത്തൊക്കെ ചാർട്ടേഡ് അക്കൗണ്ടൻസും എക്സ്പേർട്ടും ഒക്കെ ഉണ്ട്, അവരെല്ലാം സഹായിച്ച് നമ്മളത് പഠിച്ച് നല്ല ഓൾറെഡി തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ പഠിച്ചവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റഷ് ചെയ്യാം, കാരണം അവിടെ അവസാന ദിവസം അവിടെ വന്ന് കയറിയാൽ ഒന്നും മനസ്സിലാവില്ല. പിന്നീട് എപ്പോഴെങ്കിലും ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ജോലിയെല്ലാം ഒന്നേന്ന് ചേരണം. അപ്പം നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് പിന്നെ സ്പെൻഡ് ചെയ്യാനായിട്ടില്ല, നമ്മൾ കൊടുക്കാനായിട്ട് എക്സ്പേർട്സിൻ്റെ അടുത്ത് പോകേണ്ട കാര്യം അറിയാമെങ്കിൽ എക്സ്പേർട്സിൻ്റെ അടുത്ത് പോകേണ്ടതായിട്ട് വരും. നൗ ദിസ് ഇസ് ദ ടൈം. ഓൾ ദ ബെസ്റ്റ്.